ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ ഞാൻ വിശുദ്ധ കുർബാന പോയി കണ്ടു. തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെയും ചിലപ്പോൾ നാളത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയിട്ട് രാവിലെ കുർബാന കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സാറ്റർഡേ ആകുമ്പോഴത്തേക്കും എവറി സാറ്റർഡേ ഞാൻ കുറച്ച് മീറ്റ് വാങ്ങിക്കാറുണ്ട്. അത് വീട്ടിൽ ചെന്ന് ബീഫ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ബീഫാണ്. അപ്പോൾ അത് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബീഫ് സ്റ്റൂ ആണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. പിന്നെ വല്ലപ്പോഴും മട്ടൺ സ്റ്റൂ ഉണ്ടാക്കും, പക്ഷെ കൂടുതലും ബീഫാണ് ഇഷ്ടം. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കി ഇന്ന് റെഡിയാക്കി ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും സ്റ്റൂവും കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. വാക്കിംഗ് ഫ്രണ്ടാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ലോങ് ടൈം നോ സീൻ. സുഖം? കിട്ടിയിട്ടില്ല. ഓക്കെ, സുഖമായിരിക്കുന്നു. ഓക്കെ ഏട്ടാ, ബൈ ബൈ. നമ്മൾ മീറ്റ് ഇവിടെയാണ് പറയുന്നത്. തമീമിൻ്റെ ഷോപ്പാണത്. വാക്കിംഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും, ഇപ്പോഴല്ല, കൊറോണയ്ക്ക് മുന്നേ എല്ലാ ദിവസവും ഇവിടെ ഞാൻ ഈ സ്ഥലത്ത് വന്ന ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് രാവിലെ പോകുമ്പോൾ 5:45 ആകുമ്പോഴേ 5:30 ആകുമ്പോഴത്തേക്കും പോകും. വരുന്നുണ്ട്. എത്ര 1140 ഇപ്പൊ ഇടാം. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പം നമ്മുടെ വാക്കിംഗ് ഫ്രണ്ട് എന്ന് പറയുന്നത് കൊറോണയ്ക്ക് മുന്നേ എല്ലാ ദിവസവും ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 5:45 പള്ളിയിലെത്തും. അപ്പോൾ എല്ലാ ദിവസവും റൊട്ടീനിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരിങ്ങനെ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും വേവിങ് ഫ്രണ്ട്സാണ്. അവർ വേവ് ചെയ്യും, ഞാനും വേവ് ചെയ്യും. പക്ഷെ കൊറോണ എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 4 years കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വണ്ടി ഇവിടെ നിർത്തിയപ്പോഴാണ് അദ്ദേഹം എന്താണ് ഇന്ന് പള്ളിയിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വേവിങ് ഫ്രണ്ട്സ് എന്ന് പറയും. നമ്മൾ സംസാരിക്കണമെന്നില്ല, പക്ഷെ അവർ ഫ്രണ്ട്സാണ്. എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കും ആരെ കണ്ടാലും നമ്മളൊന്ന് ഒരു പുഞ്ചിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദേ ആർ ഫ്രണ്ട്സ്, റൈറ്റ്? അപ്പോൾ അതുപോലെ ഒരു വേവിങ് ഫ്രണ്ടാണ് ഇപ്പോൾ പോയത്. അദ്ദേഹത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. എനിവേ, ഒത്തിരി നാൾക്ക് ശേഷം, ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ നാളായി ഞാൻ രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട്. ഇപ്പം എല്ലാ ദിവസവും ഞാൻ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോകുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തിനെ. ഓക്കെ, ഹായ് ലളിത ചേച്ചി. ഹലോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇത് കണ്ടോ നമ്മുടെ ലോട്ടറി ടിക്കറ്റ് ആണ്. അതെ, ഇത് കണ്ടോ എനിക്ക് ലോട്ടറി തന്നിരിക്കുന്നു ചേച്ചി. ഇവിടെ വണ്ടി നിർത്തിയാ ഉടനെ ലോട്ടറി തരും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആണി ഞങ്ങൾ താമസിക്കുന്ന ഒരു വില്ലയിലാണ്. ഈ പുഴയുടെ അടുത്തുള്ള വില്ലയാണ്. ഇതൊക്കെ ഞാൻ വെച്ച മരങ്ങൾ, എല്ലാം വലുതായി. ഇന്ന് 1-ാം തീയതിയാന്നുള്ള കാര്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ ചേച്ചിയുടെ അടുത്ത് ആരെയും കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എന്തുണ്ട് വിശേഷം ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മാഡം ഒരെണ്ണെടുക്കും, ശരി എന്ന് പറഞ്ഞെടുത്തതാണ്. ഞാൻ രാവിലെ ജസ്റ്റ് എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ലോഷൻ അപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷം സൺസ്ക്രീം അപ്ലൈ ചെയ്യും. സിറം അപ്ലൈ ചെയ്യും. ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ.
പുറത്തേക്ക് പോകുമ്പോഴാണ് പിന്നത്തെ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. എൻ്റെ ബേബീസ് കണ്ടോ? എൻ്റെ മക്കൾ എണീറ്റ്, അമ്മയുടെ മുത്തുകൾ എണീറ്റോ. ആരാ എണീറ്റ്? ദീ ബ്രഷ് ചെയ്യുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ. ആന്റണി, അപ്പട് കുഞ്ഞി, അക്കട് വാവി, തങ്കച്ചക്കുട്ടാ, അമ്മയുടെ മുത്താണ് തങ്കച്ചക്കുട്ടൻ. ജോജിക്കുട്ടൻ എണീറ്റോ. നല്ല കുട്ടന്മാരാണല്ലോ രണ്ടുപേരും. ഗുഡ് ബോയ്സ്. ബ്രഷ് ചെയ്യുവാണ് വാവാ. വെരി ഗുഡ്. എൻ്റെ മക്കളെ എന്താണ് മാംഗോ ആയിട്ട് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? മാംഗോ കടിക്കരുതിട്ട വാവേ. മാംഗോ ഒന്നും ചെയ്യല്ലേ ജോജിനെ കേട്ടോ. മാംഗോന് ചില സമയത്ത് ഒരു കുരുകുരുപ്പുണ്ട്. മാംഗോ ബേബിനെ ഒന്നും ചെയ്യരുത്, ബേബീസിനൊന്നും ചെയ്യരുത്. നോ നോ, മതി ഉമ്മ കൊടുത്തത്. വാ വാ മാംഗോ, വാ നമ്മുടെ മാംഗോ, വാ. ഒന്നും ചെയ്യരുത് ബേബിനെ കേട്ടാ. മാംഗോ ഗുഡ് ഗേൾ ആണ്. കണ്ട, നല്ല മാംഗോ അല്ലേ? മാംഗോ ഗുഡ് ഗേളാ. വാ ചേച്ചി, ഇതേ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടേ. ഡോണ്ട് ടച്ച്. ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടു ഇപ്പം തന്നെ കേട്ടോ. ചായ തരണേ. നാരങ്ങല്ലേ? ചോജി ബാ, അമ്മയുടെ മടി വന്നിരിക്കും. ബാ ചലോ. മോമനെ ഗുഡ് മോർണിംഗ് മുത്ത. എൻ്റെ ചക്കരക്കുട്ടൻ താഴെ വീണു. ഇല്ല മോനെ, താഴെ വീണു. എവിടെ പുട്ടി? എവിടെ ഇച്ചു തലയിൽ? അച്ചു അവിടെ എന്താ ചെയ്തേ ബാവ? മോനെ എന്നാ ചെയ്തേ? മമ്മ പുതിയൊരു സ്പെക്സ് വാങ്ങിച്ചാണ്. അത് കണ്ടോ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സ്പെക്സ് അല്ലേ? ഇത് പവർ ഗ്ലാസ് ആണ്. നേരത്തെ ഉള്ള പവർ ഗ്ലാസ് കുഴപ്പമില്ല, പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് റീഡ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. ഇത് ഒപ്റ്റിക്കൽസിൽ ആൾ പറഞ്ഞ് 1 വീക്കെങ്കിലും വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ആൻ്റണി കുട്ടനാണിത്. ആൻ്റണി കുട്ടൻ ഇരുന്ന് എന്താണ്? ഹലോ ആൻ്റണി കുട്ട. മറ്റാൾക്ക് കുറച്ചും കൂടെ ബുക്ക് എടുത്ത് എഴുതാനൊക്കെ കുറച്ച് ഇഷ്ടമാണ്. ഇയാളിങ്ങനെ ഇച്ചിരി മടി പിടിച്ചിരിക്കുന്ന ചുറ്റിരി കുട്ടനാണിത്. ഇന്ന് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. മസാല ദോശ വിത്ത് ചട്നി. ഞാൻ ആലോചിച്ചിട്ടില്ല, ചട്നി ഉണ്ടാക്കണം. തേങ്ങ ഉണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കണം. തേങ്ങ തിരുവി എടുക്കാൻ പറയണം. അങ്ങനെ ഇരിക്കുന്നു. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ള ചെറിയ ചെറിയ കറികളൊക്കെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഒരു ഹോം വ്ലോഗ് കാരണം ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഞാനും വിട്ടുപോയി. അവർ നിർത്തിക്കഴിഞ്ഞ് എന്തുണ്ട് ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്ത് തന്നതാണ്. കൈനീട്ടമായിട്ട് വേണം എന്ന് പറഞ്ഞു. ശരി. ആൾ കണ്ടോ, ജോജി ഭയങ്കര ബിസി ആയിട്ട് എഴുതുക. അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെ കിടന്ന് എഴുതാനായിട്ട്. ജോജി കുട്ടാ, അമ്മയുടെ മുത്ത് എന്നാ ചെയ്യുന്നേ? ഓ അമ്മയുടെ കുറ്റി പാവ എന്നാ ചെയ്യുന്നേ? ആണോ? ലെമൺ ടീ ആണ് രാവിലെ. ഫസ്റ്റ് ഒരു ഗ്ലാസ് ഇത് കഴിക്കും, ഗ്രീൻ ടീ കഴിക്കും. പിന്നെ അതിനുശേഷം ലെമൺ ടീ ഒരു ഗ്ലാസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ. പിന്നെ 4 മണിക്ക് ഒരു ഗ്ലാസ് ചായ. ചായ എന്ന് പറഞ്ഞാൽ പാൽ ചായ. പാൽ ഞാൻ കുടിക്കാറില്ല. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹം കഴിച്ച് ആദ്യം ഞാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഈ ബ്ലാക്ക് ടീ ഉണ്ടാക്കി കുടിക്കുന്ന കാണുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഒരു സർപ്രൈസാണ്. ബിക്കോസ് ഞാൻ വിത്ത് കെറ്റിലാണ് പോയേക്കുന്നത്. ബിക്കോസ് ലല്ലുയുടെ റൂം മുകളിലാണ്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യം ചായ ഉണ്ടാക്കാൻ കിച്ചണിൽ വരണ്ട. അപ്പോൾ ഞാനൊരു കെറ്റിലവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ടീയുടെ ഒരു ടീ ബാഗും വെച്ചിട്ടുണ്ട്, ഷുഗറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യമുള്ള ഒരു ചായ ഉണ്ടാക്കി കുടിച്ച്
എന്തായാലും താഴെ കുക്കുണ്ട്, മമ്മിയുണ്ട് നോക്കാനായിട്ട്. പിന്നെ ഞാനായിട്ട് ചെന്ന് അവിടെ ഒന്നും ഉണ്ടാക്കണം. പിന്നെ ഉള്ള സമയത്ത് ഞാൻ 2 ദിവസം പോയാലും ഒരാഴ്ച നിന്നാലും എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ അവർ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എനിക്ക് വയറ് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും. അപ്പോൾ രാവിലെ ഞാൻ അവിടെ ചെന്നാൽ രാവിലെ അവിടുത്തെ പള്ളിയുണ്ട്, ഗസ്തമനി പള്ളി, അവിടെ പോയി കുർബാനയും കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു 2 വടയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് ചായ ആയിട്ടാണ് കുടിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ജോലിക്കാരി വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ പുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, എനിക്ക് രാവിലെ പുട്ടൊന്നും അത്ര ഇഷ്ടമല്ല, ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. നമുക്കും വടയോ എന്തെങ്കിലുമൊക്കെ തരാൻ പറഞ്ഞാൽ അത് ഇഷ്ടമാണ് ഇല്ല. അപ്പോൾ നമുക്കൊരു ചായക്കുള്ളൊരു കടി പോലെ ഞാനത് എന്തെങ്കിലും അവിടുത്തെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് കയറി 2 വടയും വാങ്ങി വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കും. ഇങ്ങനെയാണ് പതിവ്. അപ്പോൾ എന്തായാലും ഞാൻ ബ്ലാക്ക് ടീ കുടിക്കുമ്പോഴത്തേക്കും അയ്യോ ഇതെന്താണ് ഇത്രമാത്രം ബ്ലാക്ക് ടീ കുടിക്കുന്നതെന്നൊക്കെയുള്ള ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും എന്താ പറയുക, നമ്മൾ ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന് അല്ലെ, നമ്മുടെ ഒരു രീതി വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പാൽ ചായ തന്നെ കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ല ഓരോ നിർബന്ധങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റണമെന്നില്ലല്ലോ, ഇവൻ ഡ്രസ്സിങ് പോലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു രീതിയുണ്ട്, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് റിലാക്സ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഞാൻ താഴേക്ക് വരുന്നപ്പോഴായിരിക്കും. പിന്നെ അവിടെ ഉള്ള സമയത്ത് എപ്പോഴായാലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നല്ല അടിപൊളി ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കും. എന്തുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി ഇപ്പം ഇല്ല, ആ ചേച്ചിയാണെങ്കിൽ പറയും മോളെ ഇന്ന സാധനമുണ്ട്, അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഉണ്ടാക്കാം ചേച്ചി എന്ന് പറയും. ഞാനുള്ള 2 ദിവസമാണെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്നു. ഇനി അമ്മ ചെന്ന് മസാല ദോശ ഉണ്ടാക്കട്ടെ. ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്കും എല്ലാം അരിഞ്ഞ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ താളിച്ചാൽ മതി, ഞാൻ ദോശ ഉണ്ടാക്കണം. മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആവിയിൽ കുക്കറിലിട്ട് 2 വിസിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് താളിക്കണം. കടുക് താളിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വറ്റിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട്. ജോജിയാണ് ചെയ്തേ. തേങ്ങ ഇത് പറ്റില്ല ചേച്ചി, തേങ്ങ കുറച്ചും കൂടെ വേണമായിരുന്നു. നമുക്ക് ഒരു പണിയാണ്. തേങ്ങയല്ലേ, നാരങ്ങ മേടിക്കാം. വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയേ, പക്ഷെ എന്നാലും കുഴപ്പമില്ല ചേച്ചി. നമ്മുടെ ഉരുളക്കിഴങ്ങിന് നിറച്ച് വെള്ളമുണ്ട്. ചേച്ചി ഇപ്പം എന്തിനുള്ള സവാള അരിയുന്നേ? മീൻകറി. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് വേണം കേട്ടോ. തക്കാളി 2 സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെക്കണേ. ഇറച്ചിക്കുള്ളത് പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയും അരിഞ്ഞ് വെക്കണം, അത് സെപ്പറേറ്റ് വെക്കണം. കണമ്പാണ്, ചെമ്മീനും കണമ്പ്. എന്തിന്? എന്ത് സാധനം? സവാള ഇറച്ചിക്ക് ഇപ്പം വേണ്ട ചേച്ചി. സവാള 2 പറ്റില്ലല്ലോ, തികയില്ല. അത് ഉഷേച്ചി വന്നിട്ട് ഉണ്ടാക്കട്ടെ. ചേച്ചി ഇപ്പം ഇതിന് മാത്രം ആദ്യം ഉണ്ടാക്കി തന്നാൽ. മസാല റെഡിയായി. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ആദ്യം ബേബീസിന് 2 ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം.
എനിക്കാണെങ്കിലും ചെറുപ്പം മുതലേ ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ ഗീ റോസ്റ്റ് ആകുമ്പോഴത്തേക്കേ പിള്ളേർക്ക് കഴിക്കാനും നല്ലതാണ്. എനിക്കും വിത്ത് ഗീ റോസ്റ്റ് വിത്ത് ഷുഗറാണ് കൂടുതൽ ഇഷ്ടം. നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ക്രിസ്പിനെസ്സാണ് ഇതിൻ്റെ ടേസ്റ്റ്. രാവിലെ ആണെങ്കിലും ചേച്ചി വരാനായിട്ട് കുറച്ച് ലേറ്റാവും. ഒരു ചേച്ചി വരാനായിട്ട് ലേറ്റാവും. പിന്നെ രാത്രി നിൽക്കുന്ന ആ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. പുള്ളിക്കകത്ത് എല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തരും. കണ്ടോ, ക്രിസ്പി ആയിട്ട് വരിക. ബേബീസിനാണെങ്കിലും ഈ പറയുന്ന പോലെ ആൻ്റണിക്കും ജോജിക്കും ഭയങ്കര ഇഷ്ടം ഇതുപോലെ ക്രിസ്പി ആയിട്ടാകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അവർക്കുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് ആക്കിയെടുക്കും. ഇവിടെ ഹോം മെയ്ഡ് മസാല ദോശ റെഡിയാകുന്നു. നമ്മളിപ്പോൾ മീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, തക്കാളി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി. സവാള എല്ലാം കൂടെ ഇട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഫിഷ് തിളപ്പിക്കാൻ, കണമ്പ് തിളപ്പിക്കാൻ പോകും. അപ്പം നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് വഴട്ടാൻ വെച്ചിരിക്കുകയാണ്. ഫിഷിന് വേണ്ടിയിട്ടാണ്. അവർ രണ്ടും കൂടെ നല്ല ബഹളമാണല്ലോ ചേച്ചി. ഞാൻ രാവിലത്തെ കുക്കിംഗ് അങ്ങ് വേഗം ഫിഷിൻ്റെ കാര്യങ്ങൾ രാവിലത്തെ കുക്കിംഗ് അങ്ങനെ വേഗം തീർത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്താണ് കുട്ടു അവിടെ ആരുമില്ല, എന്തിനാ കുട്ടു നോക്കുന്നേ? കുട്ടു എന്നാണ് ഞാൻ വിളിക്കുന്നത്. കൊഞ്ചുന്ന സമയത്ത് കുട്ടു, അല്ലാത്ത സമയത്ത് കുക്കി. ആണോ കുട്ടു? കുക്കി മമ്മക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, അമ്മനെ നോക്കിക്കേ. വിശക്കുന്നുണ്ടോ? ആരാ ഉള്ളത് അവിടെ? കാക്ക ഉണ്ടോ? ദൈവം എൻ്റെ മോള് മേങ്കോ. അയ്യോ, സമയം പോണ അറിയത്തില്ല. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടു. മീൻ തിളപ്പിക്കലാണ്. നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇടിമുളക്, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു, ഉപ്പിട്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം. തിളപ്പിക്കാനായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തു. ഇതിലേക്ക് സിന്തറ്റിക് വിനീഗറാണത്. നല്ല വിനീഗറാണ് അത്. തക്കാളി ഉള്ള കാരണം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇതൊക്കെ ഒരു പൊടിക്കൈ എന്ന് പറയും കുക്കിങ്ങിൻ്റെ. പലവരും ഈ പൊടിക്കൈ ഒന്നും പറഞ്ഞു തരത്തില്ല. ഇട്ടോ ചേച്ചി, ഇത് കണമ്പാണ്. ചേച്ചി എന്താ അത്? ഇല്ല ചേച്ചി, അത് നമ്മൾ മുട്ടയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറില്ല. ഞാൻ വേറെ ഒന്നും എടുക്കാറില്ല. അല്ലെങ്കിൽ നെയ്യായിരിക്കണം. ഇത് നെയ്യില്ല അതിൽ. ഇപ്പം നെയ്യ് ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലേക്ക് ആക്കണം. മസാല ദോശയായിട്ട് വന്നിരുന്നു. അങ്ങനെ ഫ്രാൻസിലെ ലൂർദ് പള്ളിയിലുള്ള ഒരു കുർബാന കാണുവാണ്. ഞാൻ എവിടെ ഇരുന്നാലും നമ്മുടെ കുക്കി ഇവിടെ വന്നിരിക്കും. മാംഗോ മടിയിലിരിക്കും. ഇന്നിപ്പോൾ മാംഗോനെ കാണുന്നില്ല. മാംഗോ എല്ലാവർക്കും കിടപ്പുണ്ട്. എൻ്റെ മക്കൾ എന്താ ചെയ്യുന്നത്? അയ്യോ, മാംഗോ എന്ന് പറഞ്ഞില്ല, വന്നു കണ്ടോ? ദാറ്റ് ഇസ് കോൾഡ് മാംഗോ. മാംഗോ മമ്മ കഴിക്കട്ടെ. പൊക്കോ, ഇങ്ങോട്ട് പൊക്കോ കുക്കി. മമ്മ കഴിക്കട്ടെ. നോ കമ്മിങ് വരും. എന്നാലും വരും. കണ്ട,
ഞാൻ ഭക്ഷണം എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി അവിടെ ചാടി ചിലപ്പോൾ പ്ലേറ്റിൽ വന്ന് വീഴും. മാംഗോ തല മാറ്റിക്ക്, പ്ലേറ്റിൽ തല വയ്ക്കരുത്, മാറും കേട്ടോ. നമുക്ക് ദോശ വേണോ? ദോശ വേണോ? ബേബീസിന് 2 ദോശയൊക്കെ ചുട്ടു കൊടുത്ത് അവർ നേരെ എല്ലാം കൂടെ കഴിച്ച് അതിരുന്ന് കഴിക്കുന്ന നോക്കി. എൻ്റെ രാധിക ഏ ക്യാ കറ കഴിച്ച് കഴിച്ചപ്പോൾ ഹോളിലായ കഴിപ്പ്. ഇപ്പം ഞാൻ രാവിലെ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിള്ളേർ 2 പേരും അവിടെ കിടന്ന് ബഹളമാണ്. അല്ലെങ്കിൽ കിച്ചണിലിരുന്നാലും കഴിക്കുന്ന എല്ലാവരും കൂടെ. പക്ഷേ ഇത് 2 പിള്ളേരും കൂടെ ഭയങ്കര ബഹളം കാരണം അതിനും പിള്ളേരെ നോക്കണമല്ലോ. അതുകൊണ്ട് അവിടെ പോയിരുന്ന് കഴിച്ചതാണ്. എന്തായാലും കൊള്ളാം. കുക്കി അമ്മ കഴിക്കട്ടെ. കേസായ ദോശ മസ്തേ. ഞാൻ അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് തേങ്ങ ചേർന്നിട്ടില്ല. ചേച്ചി മീനിൻ്റെ മൊത്തം തീ അങ്ങ് കുറച്ച് വെച്ചേ ചട്ടിയുടെ. ഓ राधिका इसे बताओ फिश करी है ना, गैस थोड़ा लो करो. हाँ स्लो करने के रखना है. ആന്റണി ജോജി ഫൈറ്റ് ചെയ്യരുതല്ലോ ബേബി. പുറത്തെവിടെയും പോയാലും ഇപ്പം നമ്മൾ മസാല ദോശയല്ലേ പറയുന്നത്. ഹോംലി മസാല ദോശ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹോമിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും. മസാലക്കൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. രാവിലത്തെ ഫിഷ് തിളപ്പിക്കലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് കഴിഞ്ഞ ദിവസം ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു കാഷ്യൂ മാംഗോ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഒന്നിട്ടേ ഉണ്ടാക്കിയുള്ളൂ. വലിയൊരു ഫിഷായിരുന്നു, വലിയ കരിമീനായിരുന്നു. അപ്പോൾ ചേച്ചിമാർക്കൊക്കെ അതിൻ്റെ ഗ്രേവി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞല്ലോ എന്തായാലും നമുക്ക് കാഷ്യൂ മാംഗോ ഫിഷ് ആകാം, പ്രോൺസ് ആകാം, ഏത് ഫിഷും ആകാം കേട്ടോ, കുഴപ്പമില്ല. പ്രോൺസ് ആകാം. അപ്പം ഞാൻ ഇന്ന് പ്രോൺസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ആ കറി ടേസ്റ്റ് അന്ന് ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാം. ഇന്ന് പ്രോൺസാണ് ഉണ്ടാക്കുന്നത്. സോ അവർക്കും കൂടെ കറി കൂട്ടാം. അങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കുറച്ച് ചോറ് വൈറ്റ് റൈസ് ഉണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് സ്വർണം നല്ലെണ്ണ. നല്ലെണ്ണയിലാണ് നാരങ്ങ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കരിവേപ്പില, 2 നാരങ്ങ, പച്ചമുളക് ഒരു 4 എണ്ണം എന്നിട്ടും കൂടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. വൈറ്റ് റൈസ് അത് ഇന്നലെ രാത്രി എടുത്ത വൈറ്റ് റൈസാണ്. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നല്ല ടേസ്റ്റാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നാരങ്ങ ചോറ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ അധികം കടുക് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഇത്രയേ എടുക്കത്തുള്ളൂ കടുക്. ആ എന്താ ഭാവി അമ്മ ഇപ്പം വരാം. കരിവേപ്പില, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് ഉപ്പാണ്. റൈസ് ഇന്നലെ രാത്രി വെച്ച ഇതായിരുന്നു, ചോറായിരുന്നു. അപ്പോൾ നല്ല അരി പോലെ ഇരിക്കുന്ന ചോറാണ്. അത് വെറുതെ രാവിലെ കളയണ്ടല്ലോ. അപ്പം അതൊരു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ ചോറ്. വൈറ്റ് റൈസ് മിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കണം നല്ലത്. ഇതാകുമ്പോഴത്തേക്കും വൈകിട്ട് വരെ അത് നല്ല
ടേസ്റ്റ് ആയിട്ടിരുന്നോളും. ചെറിയ സിമ്മിലിട്ട് കുറച്ച് നേരം വയ്ക്കാം. റെഡി ആകട്ടെ. ബേബീസ് രണ്ടുപേരും സ്നാക്സ് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുക. അവർ സ്കൂൾ ടൈമിൽ അവർക്ക് സ്നാക്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ്. രണ്ടുപേരും ഇരുന്ന് മൊബൈൽ കുറച്ച് നേരം കണ്ടിട്ടിരിക്കുക. ഞാനൊരു 3-4 പീസസ് മാങ്ങ ഇങ്ങനെ കഴിക്കാമെന്ന് ഓർക്കുന്നു. ബേബീസിന് കുടിപ്പിക്കണം. Say hi, Mona. Manga, no mango. You want mango? No. അവർ ബിസ്ക്കറ്റും ചിപ്സും അവർക്ക് 11 o'clock ആകുമ്പോൾ അത് കഴിച്ച് യൂസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇന്നലത്തെ നാരങ്ങാച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൂ ഉണ്ടാക്കണം. നാളത്തേക്ക് വേണ്ടി സ്റ്റൂ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ട് നല്ല കരിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കരിക്ക് ഞങ്ങൾ കുടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തേങ്ങ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. അപ്പം കരിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കരിക്കിൻ്റെ ആ ഒരു പീസ് നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് തേങ്ങയുടെ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ബീഫിലിട്ട് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെക്കണം. മൂത്ത തേങ്ങ എനിക്ക് ഇടുന്ന ഇഷ്ടമില്ല. ചിലവർ മൂത്ത തേങ്ങ ആയിരിക്കും ഇടുന്നത്. അപ്പം എനിക്കിങ്ങനെ കരിക്ക് സ്റ്റൈലാണ്. കരിക്കല്ല, ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിട്ട് ഒന്ന് ഇറച്ചി ഫ്രൈ ചെയ്ത് വെക്കണം. സ്റ്റൂ ഉണ്ടാക്കി വെക്കണം. നാളെ രാവിലത്തേക്ക് മോര് കാച്ചി ഒന്ന് വെക്കണം. അപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ തോരനുണ്ടാക്കുകയാണ്. എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ സാറ്റർഡേ കാരണം നമ്മളിതെല്ലാം ചെയ്ത് വെച്ചത് നാളെ രാവിലെ ബേബീസിനെ വെച്ച് പണിയെടുക്കാൻ വലിയ പാടായിരിക്കും. പിന്നെ ആ ചേച്ചി ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം കൈമാറാനും ഇവരെ കുളിപ്പിക്കാനും ഒക്കെ ഒരു യജ്ഞമായിരിക്കും നാളെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ എല്ലാം ഒന്ന് ഒരുക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ നാളെ രാവിലെ എനിക്കതൊന്ന് തോരനാക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ. കണമ്പ് കറി വെച്ചതും അച്ചാറും, കണമ്പ് കറി വെച്ചതല്ല, കണമ്പ് തിളപ്പിച്ചതും നാരങ്ങാച്ചാറും നാരങ്ങാച്ചോറാണ് എടുത്തിരിക്കുന്നത്. അതിൽ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഞാനിങ്ങ് വഴറ്റുവാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വെക്കണം. ഇല്ല, ഇതിലേ കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കാഷ്യൂനട്ടാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോ മാംഗോ ആണ്, പച്ചമാങ്ങ. പുളി ആവശ്യം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. ഓക്കെ, പച്ചമാങ്ങ,
ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അല്പം ചൂടുവെള്ളം. കഴിഞ്ഞ പ്രാവശ്യം കരിമീൻ ഞാൻ കുറച്ച് കുറുകിയാണ് എടുത്തത്. ഇത് കുറച്ചൊരു ചാറ് പോലെയാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കണം. അപ്പോഴത്തേക്കും ബാക്കി ചെമ്മീനാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കശുവണ്ടിയും മാങ്ങയും എല്ലാം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് കശുവണ്ടി അരച്ചതാണ്, പേസ്റ്റാണ്. കാഷ്യൂ പേസ്റ്റ്, ഇതിലേക്ക് ഇടാൻ ആക്കേണ്ടത് ചെമ്മീനാണ്. പ്രോൺസാണ്. ചെമ്മീൻ, ഇത് തേങ്ങാപ്പാൽ. നല്ല കുറിയിരിക്കുന്ന കാരണം കുറച്ചും കൂടി ചാറാക്കാം നമുക്ക്. മീനാകുമ്പോഴത്തേക്ക് കുറച്ച് കുറുകിയാലും കുഴപ്പമില്ല, പക്ഷേ ചെമ്മീനാകുമ്പോൾ കുറച്ച് ചാറുള്ളതാണ് നല്ലത്. ഒരു തിള തിളച്ചോട്ടെ. ഇവിടെ നമ്മൾ ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രോൺ കറി, കാഷ്യൂ മാംഗോ പ്രോൺ കറി റെഡിയായി. ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടെ മസാല പോലെ ചെയ്തിട്ടുണ്ട്. ബ്രൊക്കോളിനും പിന്നെ മഷ്റൂമും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈവനിങ്ങിക്ക് വേണ്ടിയിട്ടാണ്. ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ബീഫിന് വാങ്ങിച്ചിരിക്കുന്ന നെഞ്ചടിയാണ്. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ ബീഫ് സ്റ്റൂ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സൺഡേ ലഞ്ചാണ്. കറി, മീൻകറി, ചെമ്മീനും തേങ്ങാക്കൊത്തും ഉലത്തിയത്, ബീൻസ്, അച്ചാറ്, അപ്പളം, ബത്തലാണ്. ഹായ്, ഇന്ന് സൺഡേ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മീറ്റ്സ് ഒന്നുമില്ല. നമ്മൾ രാവിലെ എണീറ്റ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. മെഴുക്ക് പുരട്ടി ഇന്നലെ ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഇത് ചെമ്മീനും തേങ്ങാ കൊത്തുമാണ്, തേങ്ങാ പീസുമാണ്, കരിക്ക്. ചെമ്മീനും കരിക്കും കൂടിയാണ്, തേങ്ങയല്ല കരിക്കാണ്. അടിപൊളി. ശരിക്കും തേങ്ങനേക്കാളും നല്ലതാണ് കരിക്ക്. കുറച്ച് മൂത്ത കരിക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ്റെ കൂടെ ആയാലും ബീഫിൻ്റെ കൂടെ എല്ലാം നല്ലതാണ്. അടിപൊളി ഫിഷ് കറി. പിന്നെ
അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. രാവിലെ നമ്മൾ ഹരിപരിയായിട്ട് വെള്ളയപ്പവും സ്റ്റൂ ആണ് കഴിക്കുന്നത്. അടിപൊളി സ്റ്റൂ ആണ് കേട്ടോ. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കിയിട്ട് അത് കുറച്ചെടുത്ത് ഫ്രീസറിലേക്ക് വെക്കണം. ഫ്രിഡ്ജിലേക്കല്ല, ഫ്രീസറിലേക്ക് വെക്കണം. സോ നമ്മൾ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്താൽ, 2 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്താൽ ഫ്രഷായിട്ടിരിക്കും ഫ്രീസറിലേക്ക് വെച്ചാൽ. പിന്നെ അതിൽ തണുപ്പ് മാറിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഡോണ്ട് ടച്ച് മോന. ജോജി ആണി അടിച്ചല്ലേ, ആണി അടിച്ചു കർത്താവിന്. ഈശോനെ എന്താ ചെയ്ത്? ആണി അടിച്ച്. കണ്ടോ ഈശോനെ എന്താ ചെയ്തത്? ക്രൂസിഫൈ ചെയ്തല്ലേ, കുരിശിൽ കയറ്റി കർത്താവിനല്ലേ. കർത്താവ് കരഞ്ഞല്ലേ. ഈശോനെ തൊട്ടുമുത്തിക്കോ, ഈശോ തൊട്ടുമുത്തിക്കോ. തമ്പോ കണ്ടോ ഈശോയുടെ കൈ കണ്ട? ഈശോ കയ്യിൽ ആണി അടിച്ച് ചോര വന്ന് ഈശോ കരഞ്ഞ് ഈശോയുടെ അമ്മയാണ് മാതാവിന് കൈ കൂട്ടി പറഞ്ഞേ, അമ്മാ തായേ രക്ഷിക്കണേ മാതാവേ പറഞ്ഞ. പഠിക്കാനുള്ള ബുദ്ധി തരണേ, പരിശുദ്ധാത്മാവേ വരണേ, അമ്മയുടെ തായേ. ചോക്ലേറ്റ് കർത്താവേ രക്ഷിക്കണേ, ഈശോ രക്ഷിക്കണേ, ഈശോ മാതാവേ. അമ്മാ തായേ തൊട്ടുമതിക്ക പുറത്തേക്ക് പോവാ. സ്കൂളിൽ ബാഗ് ഇട്ട 2 പേര് ബാഗ് എടുത്ത് കൈ പിടിച്ച്, 2 പേര് ഓരോരുത്തരുടെ ബാഗ് കൈ പിടിച്ച്. ഇതാരുടെ ബാഗാ നോക്കിക്കും? ഇതാര്? അത് ആന്റണിയുടെ ബാഗ്. ആന്റണി. ഇത് ജോജി. എല്ലാം നടന്നു. ഗോ മമ്മ എടുക്കട്ടെ. ചലോ മമ്മ നമ്മുടെ ചെരുപ്പ് എടുക്കട്ടെ. കുക്കി മാംഗോ ബൈ ബൈ. മമ്മ പോവാണ്. എല്ലാവരും ബാ. കുക്കി അമ്മ പോയിട്ട് വരാട്ടാ. വീട് നോക്കോട്ടാ. എല്ലാവരും ഇറങ്ങിക്കും. നമ്മുടെ മുട്ടികളൊക്കെ ഇറങ്ങിക്ക്. എല്ലാവരും ബാക്കിലാണ് ബാഗ് വെക്കേണ്ടത്. എല്ലാവരും കേൾക്കും. ചലോ. ഗുഡ് ബോയ് ജജി, ഗുഡ് ബോയ് ആന്റണി. കയറിയിരുന്നോ? സീറ്റിലിരുന്നേ. 2 പേര് സീറ്റിലിരുന്നേ. ഗുഡ് ബോയ്സ് ഇരുന്നേ. ഗുഡ് ബോയ് ജജി ആന്റണി. अच्छा बच्चा है. ഹലോ, ഗുഡ് മോർണിംഗ് ജാജി ആന്റി. ഗുഡ് മോർണിംഗ്. എവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ? ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മൺഡേ ക്ലാസ്സിൽ പോവാണ്. അപ്പോൾ ക്ലാസ്സിൽ കൊണ്ട് ഇവരെ വിട്ടിട്ട് ഒരു 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇവർക്കുള്ള കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളും വാങ്ങിക്കണം. പിന്നെ ടിവിയുടെ റിമോട്ട് ഒന്ന് മാറ്റാനുണ്ട്, അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഏത് കളർ ചോക്ലേറ്റാ തന്നത്? യെല്ലോ. ജെംസിന്റെ കളർ എന്താണ്? യെല്ലോ. പറഞ്ഞേ, യെല്ലോ. വെരി ഗുഡ്. സ്കൂൾ എത്താറായി. ഓക്കെ, സേ ആന്റണി, ജോജി, സി സ്കൂളെത്തി. വാവി ഇവിടെ നോക്കിക്കേ. ജോജി എവിടെ? ജോജിയുടെ ബാഗ് എടുത്ത്. अन्नी बाय अन्नी. चल अन्नी बाय अन्नी. ഹായ് ആന്റണി. ജോജി വേറെ എന്ത് പറ്റി? നോനോ ജോജി ആന്റണി എവിടെ? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? അപ്പൊ നമ്മള് നേരെ ഇപ്പൊ കണ്ണമാലിക്കാണ് പോകുന്നത്. കണ്ണമാലി പള്ളിയിൽ പോയി നമ്മൾ ഇന്ന് തിരിച്ചു വരുവാണ്.
കണ്ണമാലിയിലെത്തി. ആന്റണി